ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വടക്കൻ ഇറാഖിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുർദിഷ് പെഷ്മെർഗ സേനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പോരാളി ഗസൽ മൗലാൻ വിടവാങ്ങി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ എതിർത്തതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട മഹാബാദിൽ നിന്നുള്ള 19 വയസ്സുകാരിയായ പെഷ്മെർഗ പോരാളിയായിരുന്നു ഗസൽ മൗലാനെ. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് കുർദിസ്ഥാൻ മേഖലയിലെ സുലൈമാനിയയിൽ അവളെ സംസ്കരിച്ചു. പ്രദേശം മുഴുവൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതീവ ദുഃഖത്തോടെയായിരുന്നു സംസ്കാര ചടങ്ങുകളും നടന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം സുർദാഷിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഗസലിന് മാരകമായി പരിക്ക് പറ്റിയത്. ഇറാനിയൻ കുർദിസ്ഥാനിലെ കോമാല സഹ്മത് കേഷാൻ പാർട്ടി അംഗങ്ങളുടെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു പാർപ്പിട സമുച്ചയത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒരു ആക്രമണം. 19 വയസ്സുകാരിയായ ഗസലിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റുകയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് അടിയന്തര ചികിത്സ ലഭിക്കുന്നതിൽ താമസം നേരിട്ടതായും ശരിയായ ചികിത്സ ലഭിക്കുന്നതിന് മുൻപ് പല ആശുപത്രികളിലേക്കും മാറ്റേണ്ടി വന്നതായും ആരോപണങ്ങളുണ്ട്. ഒടുവിൽ പരിക്കുകൾ ഭേദമാകാതെ അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോമാല പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ്: ഇസ്ലാമിക് റിപ്പബ്ലിക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ കോമാല പെഷ്മെർഗ പോരാളി സഖാവ് ഗസൽ മൗലാൻ ചാപ്പറാബാദ് ആശുപത്രിയിൽ എത്തിയെങ്കിലും പരിക്കുകളുടെ തീവ്രത കാരണം മരണമടഞ്ഞു. കോമാലയുടെയും കുർദിസ്ഥാനിലെയും രക്തസാക്ഷികളുടെ നിരയിലേക്ക് അവരും ചേർന്നിരിക്കുന്നു. ഇനി ആരായിരുന്നു ഗസൽ മൗലാൻ? കുർദിഷ് പെഷ്മെർഗ സേനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പോരാളികളിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന 19 വയസ്സുകാരിയായിരുന്നു ഗസൽ മൗലാൻ. വടക്കൻ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായും കോമാല പാർട്ടിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പരിക്കേറ്റ ഗസലിനെ സഹപ്രവർത്തകർ ഉടൻ തന്നെ അടുത്തുള്ള ഷോർഷ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആവശ്യമായ വൈദ്യ സൗകര്യങ്ങളുടെ കുറവ് മൂലം പിന്നീട് ബഷീൻ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഒരു കുർദിഷ് സായുധ ഗ്രൂപ്പുമായി ബന്ധമുള്ള വ്യക്തിയെ ചികിത്സിക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഭയന്ന് ആശുപത്രി അധികൃതർ അവർക്ക് ചികിത്സ നിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ഗസലിനെ ഫാറൂഖ് മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും അവരുടെ നില അതീവ ഗുരുതരമായി കഴിഞ്ഞിരുന്നു. ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഗസലിനൊപ്പമുണ്ടായിരുന്ന സിവിൽ ആക്ടിവിസ്റ്റും കോമാല സഹ്മത് കേഷാൻ അംഗവുമായ ഷക്കീല മഹ്ബാദി ഇപ്രകാരം പറഞ്ഞു: അവരുടെ നില വഷളായിക്കൊണ്ടിരിക്കുകയും കഠിനമായ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തിട്ടും ബഷീൻ ആശുപത്രിയിലെ ജീവനക്കാർ 45 മിനിറ്റോളം അവരെ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. ഗസലിന്റെ മൃതദേഹം സ്വീകരിക്കാൻ മോർച്ചറി വിസമ്മതിച്ചു. അവർ ഒരു ഇടതുപക്ഷ പെഷ്മെർഗ ഗ്രൂപ്പുമായി ബന്ധമുള്ളവളാണെന്ന കാരണത്താൽ മോർച്ചറി ജീവനക്കാർ മൃതദേഹം സ്വീകരിക്കാൻ വിസമ്മതിച്ചെന്ന് ആരോപണമുണ്ട്. ഒരു സ്ഥാപനവും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സുലൈമാനിയിലെ ഒരു ലൈബ്രറിക്കുള്ളിൽ വെച്ച് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് മൃതദേഹം സംസ്കാരത്തിനായി ഒരുക്കി. അവിടെ വെച്ച് അവരുടെ ഭർത്താവും അവർക്ക് അവസാനമായി വിട നൽകി. അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കിടയിലും സാഹചര്യം വളരെ സംഘർഷഭരിതമായിരുന്നു. അന്ന് രാവിലെ പെഷ്മെർഗ സെമിത്തേരി ലക്ഷ്യമാക്കി IRGC മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇക്കാരണത്താൽ സുലൈമാനിയ സെമിത്തേരി വളരെ ലളിതമായ ചടങ്ങോടെ സംസ്കാരം നടത്തേണ്ടി വന്നു.